ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ. നമ്മൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഇന്നിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. വീഡിയോ ചെയ്യാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നില്ല. ഹെൽത്ത് വൈസും അല്ലാതെ വേറെ ചില കാരണങ്ങൾ കൊണ്ടും ഓക്കെ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് ഓർഡേഴ്സ് ഇപ്പോൾ പെൻഡിങ് ഉണ്ട്. ഇനി മെസ്സേജുകൾ കുറേ നോക്കാനുണ്ട്. കുറേ പേർക്ക് ഓർഡർ എടുത്ത ആൾക്കാർക്ക് തന്നെ കുറച്ച് പേർക്ക് അയക്കാനുണ്ട്. അപ്പോൾ എല്ലാവർക്കും സാഹചര്യം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരോടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനിയിപ്പോൾ മെസ്സേജുകൾ നമ്മൾ നോക്കാൻ വൈകുമ്പോൾ നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാതിരിക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഇനി അങ്ങോട്ട് മാക്സിമം ഡിലേ ഒന്നും ഇല്ലാതെ അല്ലെങ്കിൽ മുടക്കമൊന്നും വരാതെ തന്നെ വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും സമയം കിട്ടിയില്ല. അത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലായിരുന്നു. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഒരു ലേസ് ഉണ്ടല്ലോ, ലേസ് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ബാൻഡ് ചെയ്യുന്നത് കേട്ടോ. മെറ്റൽ ഹെയർ ബാൻഡ് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ ആദ്യം ഇതുപോലെ നീളത്തിൽ, നമുക്ക് ഇഷ്ടമുള്ള നീളം എടുക്കാം. ഞാനിത് കുറച്ചൊരു വലിയ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിബണിൻ്റെ രണ്ട് എൻഡ് കണ്ടില്ലേ, രണ്ട് എൻഡും കൂടെ ഒരുമിച്ച് പിടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സെൻറ്റർ കിട്ടും. എന്നിട്ട് സെൻറ്ററിൽ നിന്ന് കറക്റ്റ് സെൻറ്ററിൽ വെക്കാതെ അവിടെ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ചിട്ട് വന്നിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലേസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഹോളുള്ള പോലത്തെ ലേസാണല്ലോ. അപ്പോൾ ഇപ്പുറത്ത് നമ്മൾ ഗ്ലൂ തേച്ച് കഴിഞ്ഞാൽ അപ്പുറത്തേക്കും കൂടെ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ചൊന്ന് നീട്ടി ഉള്ളിലേക്ക് ആക്കിയിട്ട് ഒട്ടിക്കുക. അപ്പോൾ നല്ല ലോക്കായിട്ടിരിക്കും. അതെല്ലാം തന്നെ ജസ്റ്റ് അറ്റത്ത് മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് വിട്ടു പോരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ നമ്മൾ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. ആദ്യം ഞാൻ പറഞ്ഞ പോലെ സെൻറ്റർ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മളൊരു ഇത്തിരി ഉള്ളിലേക്ക് ആക്കിയിട്ട് വേണം അതിൻ്റെ ഫസ്റ്റത്തെ എൻഡ് ഒട്ടിച്ചെടുക്കാൻ. രണ്ടാമത്തെ എൻഡ് ഒട്ടിക്കുമ്പോഴും സെൻറ്ററിലേക്ക് ഒട്ടിക്കാതെ കുറച്ച് ഇപ്പുറത്തെ സൈഡിലേക്ക് നീക്കിയായിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പം നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടും. പിന്നെ 7000 യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഈ ഒരു ലേസിൽ ചെയ്യുന്ന സമയത്ത് കയ്യിലൊക്കെ ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. രണ്ട് എൻഡും നമ്മൾ ഒട്ടിച്ചു. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബോ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ കുറച്ചൊന്ന് എന്താ പറയുക, ഷ്രിങ്ക് ആയിട്ടിരുന്നാലാണ് കാണാൻ കുറച്ചും കൂടെ ഭംഗി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ നൂല് വെച്ചിട്ട് കെട്ടാം. അതല്ലെങ്കിൽ ഗ്ലൂ വെച്ച് തന്നെ ഒട്ടിച്ചിട്ട് ഒന്ന് അമർത്തി പിടിച്ചു കൊടുത്താലും മതി. അതല്ല, ഞാനിപ്പോൾ ഇതിനകത്ത് സ്റ്റോൺ ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. നമ്മളിവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളത് നമ്മളിതിൻ്റെ മുകളിൽ ഫ്ലവർ ഡെക്കറേഷൻ വെക്കുമ്പോൾ എഫക്റ്റ് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ച് വെച്ചിട്ട് നല്ലൊരു ഫിനിഷിങ് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ സ്റ്റോൺ ഷീറ്റ് വയ്ക്കുന്നു. കെട്ടി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് സ്റ്റോൺ ഷീറ്റ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ മെയിനായിട്ടുള്ളൊരു പാർട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഫോം ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ. ഇത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോസ് നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ല. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതുപോലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ സെൻറ്ററിൽ പോളൻസ് വെച്ചിട്ട് ഫോം ഫ്ലവേഴ്സ് വെച്ചിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് വെച്ചിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഫ്ലവേഴ്സാണ്. ഇതുപോലത്തെ 3 ഫ്ലവേഴ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ബോയുടെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ ഒരു 3 ഫ്ലവേഴ്സും പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ഇതുപോലുള്ള നമ്മുടെ ജെറാനിയം ഫ്ലവേഴ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്റ്റെമ്മാണ് എടുത്തിരിക്കുന്നത്. ആ ഒരു സ്റ്റെമ്മിൽ നമുക്ക് 3 ഫ്ലവേഴ്സും ഒരു ചെറിയൊരു പോളൻ്റെ ഒരു സ്റ്റെമ്മുമാണ് വരുന്നത്. അത് മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അത് ആ 3 ഫ്ലവേഴ്സിൻ്റെ ഇടയിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മെറ്റൽ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. മെറ്റൽ ഹെയർ ബാൻഡ് എടുക്കുന്നു. ഇത് ഞാനൊരു സൈഡിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്ലേസിൽ, അതായത് നമുക്കിത് എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒരു പ്ലേസിൽ, എന്നിട്ട് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു ബോ അതിലേക്ക് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ചെറിയൊരു പീസ് ക്യാൻവാസ് ഷീറ്റ് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ ഹെയർ ബാൻഡിലും ഈ ബോയുടെ അടിഭാഗത്തും കൂടെ ആവുന്ന രീതിയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ചെടുത്താൽ ഈ ഒരു ഹെയർ ബാൻഡ് നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അനങ്ങത്തൊന്നുമില്ല, നല്ല പെർഫെക്ഷനിലിരിക്കും. നമുക്കതിൻ്റെ അകത്ത് കുഞ്ഞുങ്ങൾക്കായാലും തലയിൽ വയ്ക്കുമ്പോൾ വേദന എടുക്കുകയോ മുടിയിൽ ഉടക്കുകയോ ഒന്നും ചെയ്യില്ല. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സൂപ്പർ ഈസി ഹെയർ ബാൻഡാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റും. ഒത്തിരിയധികം സാധനങ്ങളുടെ ആവശ്യമില്ല. പിന്നെ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ എന്തായാലും അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.